ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണായിട്ടൊരു മാമ്പഴമല്ല. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള സാധനമാണ്. ഏതൊരു ഫുഡിൻ്റെ ബാക്കിലും ഒരു കള്ളക്കഥ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഫുഡിന്റെ ബാക്കിലും ഒരു കഥ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് ഏകദേശം വാസ്കോഡഗാമ കപ്പൽ ഇറങ്ങിയ സമയത്ത് കൊടുന്ന സാധനമാണിത്. ഇതിന് വിഷയം എന്താ വെച്ചാല് വാസ്കോഡഗാമ ആദ്യം പോയത് കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ അടുത്തേക്കാണ് ഇത് പോയത്. സാമൂതിരി രാജാവിനെ കാണാനാണ് ആദ്യം പോയത്. അങ്ങനെ സാമൂതിരി രാജാവിനെ കാണാൻ പോയിട്ട് സാമൂതിരിക്ക് എന്തെങ്കിലും ഒരു പിസ്സ എന്തെങ്കിലും കൊടുക്കണ്ടേ. പക്ഷെ പിസ്സ ഒന്നും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കൊണ്ടുവരുമ്പോ കേടൊന്നുമില്ലേ. അപ്പൊ അയാളെ സഞ്ചിയിൽ വാസ്കോഡഗാമ കൈയിട്ട് നോക്കിയപ്പോൾ ഒരു മാങ്ങണ്ടി മൂപ്പര് ഊമ്പിയതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കൊടുത്ത് അതാണ് പിന്നീട് ആൾക്കാർ പിന്നെ മാങ്ങ എറിഞ്ഞിട്ടും ഇതാക്കിയിട്ടൊക്കെ ഈ കണ്ട. ഇത് ശരിക്കും നോക്ക്, ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ മാങ്ങൻ്റെ പ്രത്യേകത ഇല്ലേ. പ്രത്യേകത ഇല്ലേ മാങ്ങക്ക്? ഈ മാങ്ങ ഇങ്ങനെ നമ്മൾ വിചാരിക്കണായി അങ്ങനെ തിന്നേണ്ട മാങ്ങ അല്ല. ഇത് മുറിച്ച് തിന്നുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ഈ മാങ്ങ തിന്നാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇത് മുറിക്കുന്ന ആളാണ് ആദ്യമായിട്ട് ഇത് തിന്നുക. കുട്ടികളൊന്നും തിന്നണമെന്ന് പൂതിയുള്ള അമീറ പോലും റയാൻ പോലും ആരും ഒന്നും ഇതിനെ പറ്റിയിട്ട് ബേജാറാവാൻ പാടില്ല. ഈ മാങ്ങന്റെ കാര്യം എന്താ വെച്ചാൽ ഇത് മുറിക്കണ ആള് തിന്നണം എന്നുള്ളതാണ്. നമ്മൾ ഈ ചരിത്രം പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് ചരിത്രം മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു ഫുഡും നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ ചുറ്റുപാട്ടിൻ്റെ ഒരു കഥ ഉണ്ടാവും, ഒരു കള്ളക്കഥ. ആ കഥ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഫുഡ് കഴിക്കാൻ, അല്ലേ? വേണ്ടേ? ആ, എനിക്കറിയാം, അല്ല അമീറാക്ക് അറിയാം. അപ്പം ആ ഫുഡ് അത് മുറിക്കണ ആളെന്നെ തിന്നണം എന്നുള്ളതാണ് രാജാവിന് പറയാനുള്ളത്.